പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പീപ്പിൾസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് സിലബസ് അടിസ്ഥാനത്തിലുള്ള രണ്ടാമത്തെ ഭാഗമാണ്. അതിൻ്റെ ഇന്ത്യയുടെ അതിർത്തിയും അതിരുകളും എന്ന ഭാഗമാണ്. ഇന്ത്യയുടെ അതിർത്തിയും അതിരുകളും എന്ന ഭാഗം. ഓക്കെ, ഈ ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ടാവണം? ഒരു ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാകണം. ഓക്കെ, നിങ്ങൾ പഠനമുറിയിൽ ഏതൊക്കെ മാപ്പ് ഉണ്ടായിരിക്കണം എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുടെ ഒരു മാപ്പ് ഉണ്ടാകണം, കേരളത്തിന്റെ ഒരു മാപ്പ് ഉണ്ടാവണം, ലോക ഭൂപടവും ഒരെണ്ണം നിങ്ങളുടെ പഠന ടേബിളിന്റെ മുന്നിലുണ്ടാവണം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് നിങ്ങൾ എക്സാം ക്ലാസ് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ പഠനം മാപ്പ് ഉണ്ടായിരിക്കണം എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിൽ പറഞ്ഞു, സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അതിർത്തികളും അതിരുകളും എന്ന ഭാഗമാണ്. ഓക്കെ, അതിർത്തികളും അതിരുകളും എന്ന ഭാഗം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പോയിന്റിലേക്ക് പോവാം. അതിനു മുമ്പ് ശ്രദ്ധിക്കുക, ഈ കമ്പനി ബോർഡ് LGCന്റെയും അതുപോലെ വെബ്കോ LDCയുടെയും സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് ആണ്. അതിന്റെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പർ 9496822117 എന്ന നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതുവഴിയാണ് നിങ്ങൾക്ക് PDF പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, PDF നോട്ട്സ് ഉണ്ട്. അതുപോലെ PYQന്റെ നമ്മളെ എക്സ്പ്ലനേഷൻ ആണ് വരുന്നത്. അത് നമുക്ക് വരുന്ന ഭാഗങ്ങളുണ്ടാവും. ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അതുപോലെ CA നോട്ട് ഉണ്ടാവും, കറണ്ട് അഫയേഴ്സിന്റെ നോട്ട് ഉണ്ടാവും. വെറും കറണ്ട് അഫയേഴ്സിലെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഫാക്ട് ഉണ്ടാവും. അതുപോലെ തന്നെ 70+ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുടെ അതിർത്തിയും അതിരുകളാണ്. ഏതൊക്കെ ടെസ്റ്റ് ഭാഗത്ത് നിന്ന് SCRTയിലെ ഏതൊക്കെ ടെസ്റ്റാണ് നോക്കേണ്ടത് എന്ന ഭാഗം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഭാഗം കൂടെ നോക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയുടെ അതിർത്തി എങ്ങനെയാണ്? ആകെ 2 മാപ്പാണ് ഇവിടെ തന്നിട്ടുള്ളൂ. ഈ മാപ്പിൽ നിന്നാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലെ ഏകദേശ കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയുടെ കോസ്റ്റൽ ദൈർഘ്യം എത്രയെന്ന് വെച്ചാൽ 7516.6 ആണ്. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങും. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി എവിടുന്ന ഇതുവഴി ഏത് ഭാഗം വരെ? ഈ ഭാഗം വരെ വരുന്നതാണ് എന്ന് പറയുന്നത് കോസ്റ്റൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കോസ്റ്റൽ ദൈർഘ്യം 7516.6. എത്ര സംസ്ഥാനങ്ങൾക്ക് കടൽത്തീരമുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര സംസ്ഥാനങ്ങൾ? 9 സംസ്ഥാനങ്ങൾ കടൽത്തീരമുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇവിടെ ഗുജറാത്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏതാ? മഹാരാഷ്ട്ര. രണ്ടാമത് വരുന്ന മഹാരാഷ്ട്ര. മൂന്നാമത് വരുന്നത് ഗോവ. നാലാമത് വരുന്നത് കർണാടക. അഞ്ചാമത് വരുന്നത് കേരളം. ആറാമത് വരുന്നത് തമിഴ്നാട്. ഏഴാമത് വരുന്നത് ആന്ധ്രാപ്രദേശ്. എട്ടാമത് വരുന്നത് ഒഡീഷ. 9 വരുന്നത് ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാൾ. അങ്ങനെ 9 സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? കടൽ തീരമുണ്ട്. ഓക്കെ, അപ്പൊ ഈ മാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങൾ എവിടെയാണ് വരുന്നത് കൃത്യമായിട്ട് ഓർമ്മയിൽ കിട്ടും. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ ഭാഗത്ത് നമ്മൾ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജിച്ചാണ് തെലങ്കാന രൂപീകരിച്ചത്. തെലങ്കാന രൂപീകരിച്ചപ്പോൾ എന്തിന് തെലങ്കാനയ്ക്ക് എന്തില്ല? കടൽ തീര ദൈർഘ്യമില്ല എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് നോക്കേണ്ടത് കര അതിർത്തിയാണ്. ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നത്. എത്രയേറെ ഇതുവഴി കടന്ന് ഈ ഭാഗത്ത് കൂടെ സിക്കിമാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഈസ്റ്റേൺ സ്റ്റേറ്റിൽ കൂടെ ഇങ്ങനെ കടന്ന് ഈ ഭാഗത്ത് കൂടെ എവിടെ വരുന്നത് ചേർന്നതാണ് ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത്. കര അതിർത്തി എത്രയെന്ന് വെച്ചാൽ 15,200 ആണ്. 15,200 എന്ന് പഠിച്ചിട്ടുണ്ട്. 15,200 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി എന്ന് ഓർത്ത് വയ്ക്കുക. ചില ടെസ്റ്റുകളിൽ 15,106 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 15,106 കറക്റ്റ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന 15,200 കിലോമീറ്റർ എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഈ ഭാഗത്താണ് നമുക്ക് ആദ്യമായിട്ട് തുടങ്ങേണ്ടത്. ആദ്യം ഇന്ത്യ ഏത് രാജ്യവുമായിട്ട്? പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് ഈ ഭാഗത്താണ്. ഇപ്പൊ നോക്കൂ, ഈ കാണുന്നത് ഗുജറാത്താണ്. ഗുജറാത്ത് സംസ്ഥാനമുണ്ട്. അത് കഴിഞ്ഞാൽ വരുന്നത് രാജസ്ഥാൻ. ഈ രാജസ്ഥാനുണ്ട്. അത് കഴിഞ്ഞാൽ പഞ്ചാബ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഏതോ ഒരു ജമ്മു കാശ്മീർ എന്ന കേന്ദ്ര ഭരണ പ്രദേശമുണ്ട്. അതുപോലെ തന്നെ ലഡാക്ക് എന്ന കേന്ദ്ര പ്രദേശം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഭാഗം എത്തുമ്പോൾ ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് 3,323 കിലോമീറ്ററിന് എത്തുന്നുണ്ട് കര അതിർത്തിയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് നോക്കേണ്ടത് അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യ ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്?
അഫ്ഗാനിസ്ഥാനുമായിട്ട് 106 കിലോമീറ്റർ ആണ്. ക്ലിയർ? 106 കിലോമീറ്റർ. അപ്പൊ ഓർത്ത് 106 കിലോമീറ്റർ സംസ്ഥാനമായിട്ടാണോ? അല്ല, അത് കേന്ദ്രഭരണ പ്രദേശമാണ്. ഏതാണ് കേന്ദ്രഭരണ പ്രദേശം? ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം. ഏത് പ്രദേശമാണ്? ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കിടുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. ഓക്കെ, ലഡാക്കുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്നത് എന്ന് ഓർത്തേക്കുക. 106 കിലോമീറ്റർ എന്ന് ഓർത്തേക്കുക. 106 കിലോമീറ്റർ. ഓക്കെ, അത് കഴിഞ്ഞാൽ വരുന്നത് ചൈനയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ചൈനയുമായിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഈ ഭാഗത്ത്, അതായത് ലഡാക്കിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, അത് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ്. ക്ലിയർ? ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ വരും? സിക്കിമുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇവിടെ ഒരു രാജ്യമുണ്ട്. ഏത് രാജ്യമുണ്ട്? നേപ്പാൾ. ഓക്കെ, നേപ്പാളുമായിട്ട് ഈ ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്. അതിനുശേഷം എവിടെ വരും? ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതിനുശേഷം ഈ അരുണാചൽ പ്രദേശ് വഴി ഈ ഭാഗം വരെയാണ് ഇത് ചൈന അതിർത്തി പങ്കിടുന്നത്. അപ്പൊ എത്ര കിലോമീറ്റർ എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയുമായിട്ട് 3488 കിലോമീറ്റർ. 3488 കിലോമീറ്റർ ഇന്ത്യയും ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഈ താഴ്ഭാഗത്തൊരു രാജ്യമുണ്ട്. ഏതാണ് ആ രാജ്യം? നേപ്പാളാണ്. ഇന്ത്യ നേപ്പാൾ 1751 കിലോമീറ്റർ ഇന്ത്യയും നേപ്പാളുമായിട്ട്. എവിടുന്ന? ഉത്തരാഖണ്ഡ്, അത് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, അത് കഴിഞ്ഞാൽ ബീഹാർ, അത് കഴിഞ്ഞാൽ ബംഗാൾ ഈ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ സിക്കിം. ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ട് നേപ്പാൾ അതിർത്തി പങ്കിടുന്നു. അത് കഴിഞ്ഞാൽ സിക്കിമിന്റെ ഈ ഉയർന്നു നിൽക്കുന്ന സിക്കിമിന്റെ അടുത്ത ഭാഗത്തായ ഭൂട്ടാൻ ഉണ്ട്. ഭൂട്ടാൻ ഏതൊക്കെ രാജ്യവും ഏതൊക്കെ ഭാഗവുമായിട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ 699 കിലോമീറ്ററിന്റെ. ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട്? സിക്കിമുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാൾ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഭാഗം വരെ ബംഗാൾ ഉണ്ട് എന്ന് ഓർമ്മ വരിക. അത് കഴിഞ്ഞാൽ ആസാമുമായിട്ടുണ്ട്. അരുണാചൽ പ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ട് ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നു. അത് കഴിഞ്ഞാൽ ഏറ്റവും കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ എവിടെ? മ്യാൻമാർ എന്ന രാജ്യമാണ്. മ്യാൻമാർ രാജ്യം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഈ ഭാഗത്തുനിന്ന് കര അതിർത്തി പങ്കെടുത്ത്, അതായത് മിസോറാം അതിർത്തി പങ്കെടുത്തു, മണിപ്പൂറുമായി അതിർത്തി പങ്കിടുന്നു, നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്നു, അരുണാചൽ പ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ 1643 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നു. ഓക്കെ, അടുത്ത നമുക്ക് നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശുമായിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? മിസോറാമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, ത്രിപുരയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, ഈ ഭാഗം ആസാമുമായിട്ട്, അടുത്ത മേഘാലയയുമായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബംഗാളുമായിട്ട്, വെസ്റ്റ് ബംഗാളിന്റെ ഏകദേശ ഭാഗവുമായിട്ട് ബംഗ്ലാദേശിന് അതിർത്തിയുണ്ട്. 4096.7 കിലോമീറ്റർ ആണ് ഇന്ത്യയും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എന്നൊരു ചോദ്യം വന്നാൽ എത്ര എന്ന് എഴുതണം? 9 രാജ്യങ്ങൾ എന്ന് എഴുതണം. എത്രയാണ്? 9 രാജ്യങ്ങൾ. എന്നാൽ ചോദ്യം ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 7 എന്ന് പഠിച്ചു വെക്കുക. എത്രയാണ്? 7. ഓക്കെ, അപ്പൊ ഇതിന് പ്രത്യേകത ഈ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളും അവയുടെ തലസ്ഥാനവും അതുപോലെ തന്നെ നാണയവും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചിരിക്കണം, മറന്നു പോരുത്. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു: ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ അത് കര അതിർത്തി പങ്കിടുന്നതും അതുപോലെ തന്നെ ശ്രീലങ്ക, മാലദ്വീപ് എന്നീ 2 രാജ്യങ്ങളുമായിട്ട് കടൽ അതിർത്തി പങ്കിടുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ രാജ്യം നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്, നാണയം റുപ്പി. അടുത്ത് അഫ്ഗാനിസ്ഥാൻ. അടുത്ത ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്നതാണ്, 106 കിലോമീറ്റർ എന്ന് പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂള്, നാണയം അഫ്ഗാനി. അടുത്ത
ചൈനയുമായി അതിർത്തി പങ്കിടുന്നു. ചൈനയുടെ തലസ്ഥാനം ബീജിംഗ്. നാണയം യുവാൻ. അത് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു. റുപ്പി. നാണയം റുപ്പി. ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്നു. തലസ്ഥാനം ടിംബു. നാണയം ഗുൾട്രം. മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്നു. തലസ്ഥാനം നെയ്പിഡോ. നാണയം ക്യാറ്റ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധക്ക. നാണയം ധാക്ക. ശ്രീലങ്കയുമായി അതിർത്തി പങ്കിടുന്നു. ശ്രീലങ്കയുടെ തലസ്ഥാനം ശ്രീ ജയവർദ്ധനപുരം കോട്ട. ഓർത്തുവയ്ക്കാം, മാറിയിട്ടുണ്ട്. ശ്രീ ജയവർദ്ധനപുരം കോട്ടയാണ് തലസ്ഥാനം. നാണയം ശ്രീലങ്കൻ രൂപ. അടുത്ത മാലിദ്വീപുമായി എന്ത് പങ്കിടുന്നു? കര അതിർത്തിയല്ല, കടലതിർത്തി. ശ്രീലങ്കയുമായി കര അതിർത്തിയല്ല, കടലതിർത്തി എന്ന് ഓർത്തുവയ്ക്കുക. മാലിദ്വീപിന്റെ തലസ്ഥാനം മാലി. നാണയം റുപ്യ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്നാലും നമുക്ക് LGSന് ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും അടുത്ത നമ്മുടെ മെയിൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത് വീണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിർത്തി സുരക്ഷാ സേന അഥവാ BSF എന്നുകൂടി ഓർത്തുവയ്ക്കാം. അടുത്ത ഇന്ത്യ ചൈന അതിർത്തി സംരക്ഷിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യ ടിബറ്റൻ അതിർത്തി പോലീസ് അഥവാ ITBP ആണെന്ന് നോക്കും. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി, ഓക്കെ, ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി സശസ്ത്ര സീമാബൽ അഥവാ SSB ആണ് നോക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തോ മ്യാൻമാർ അതിർത്തി, ഇന്ത്യ മ്യാൻമാർ അതിർത്തി നോക്കുന്നത് അസം റൈഫിൾസ് അഥവാ AR ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തോ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ നിയന്ത്രണ രേഖയും അഥവാ LOCയും ഇന്തോ ചൈന അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയും LACയും ഇന്ത്യൻ സൈന്യമാണ് സംരക്ഷിക്കുന്നത്. അടുത്ത് നോക്കേണ്ടത് തീരദേശ അതിർത്തികളുടെ സുരക്ഷ ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ പ്രതിരോധത്തിന്റെ രണ്ടാം നിരയായി സ്റ്റേറ്റ് മറൈൻ പോലീസ് പ്രവർത്തിക്കുന്നു. ഓരോ സംസ്ഥാനത്തിനും അവരുടെ സ്റ്റേറ്റ് മറൈൻ പോലീസ്, അത് പോലീസിൽ നിന്ന് തന്നെ എടുക്കുന്ന ഭാഗമായി സ്റ്റേറ്റ് മറൈൻ പോലീസ് രണ്ടാം നിരയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുകൂടി ഓർത്തിക്കുക. അതായത് തീരദേശത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഓരോ അതിർത്തിയും അതിൽ സംരക്ഷിക്കുന്ന ഏത് സേനാ വിഭാഗം എന്നാണ് പറഞ്ഞത്. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലാണെന്ന് കൂടെ ഓർത്തുവയ്ക്കുക. ഇത് നമുക്ക് LGSനും LDCക്കും ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതെങ്കിലും അവസരത്തിൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഉപകാരപ്പെടും. ഓക്കെ, അടുത്ത് നോക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ നമ്മുടെ കടൽ തീര ദൈർഘ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റുകളാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഈ പ്രദേശത്തിന് ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞ 7516 ഇതിന്റെ പറഞ്ഞിരിക്കുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 6100 എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഫലഭൂഷ്ടമായ ഈ മേഖലയിലെ പ്രധാന കാർഷിക വിള ഏതെന്ന് വെച്ചാൽ നെല്ലാണ്. ചോദിച്ച് കഴിഞ്ഞ ചോദ്യമാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത ഈ തീരപ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ അനേകം തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ആ തുറമുഖങ്ങൾ എന്ന ഭാഗം പ്രത്യേകമായിട്ടൊരു ടോപ്പിക് ഇതായിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകണം. ഇതിൽ സിലബസിൽ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ അത് പ്രധാനമായിട്ട് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. പ്രധാനമായിട്ട് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷേ സിലബസിലുണ്ട്. ഓക്കെ, അടുത്ത ഈ മേഖലയിൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ആണവോർജ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കൾ നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്നത്. ഏത് മേഖലയിൽ? കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ആണവോർജ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്ന ധാതുക്കൾ നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്നു. അടുത്ത് മത്സ്യബന്ധനം പ്രധാന തൊഴിലായ ഈ മേഖലയിൽ ഗുജറാത്ത് തീരപ്രദേശങ്ങളിൽ ഉപ്പ് ഉൽപാദന കേന്ദ്രം ധാരാളമായി കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ തീരപ്രദേശങ്ങളിൽ അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. എന്നാൽ ഗുജറാത്തിന്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപ്പ് ഉൽപാദനമാണെന്ന് കൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയെന്ന് പറഞ്ഞു? 9 സംസ്ഥാനങ്ങൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്ത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്, ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് ഗോവ ഈ ഭാഗത്താണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. എടുത്ത് നോക്കേണ്ടത്
നമ്മളെ ഈ തീരപ്രദേശത്തെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. കിഴക്കൻ തീരപ്രദേശവും കിഴക്കൻ തീരപ്രദേശവും എന്നും അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരപ്രദേശം. അപ്പൊ കിഴക്കൻ തീരപ്രദേശത്തെ പോയിന്റുകൾ, പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് സുന്ദര വനപ്രദേശം ബംഗാളിലെ സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ഇത് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടൽ അറിയാം, പൂർവ്വഘട്ടം ഈ ഭാഗത്താണ് വരുന്നത്. ഇതിനിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കിഴക്കൻ തീര. താരതമ്യേന വീതി കുറഞ്ഞ ഈ തീരസമതലത്തിന് 80 മുതൽ 160 കിലോമീറ്റർ വരെ വീതിയുണ്ട്. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. താരതമ്യേന വീതി കൂടിയ ഈ തീരസമതലത്തിന് 80 മുതൽ 160 കിലോമീറ്റർ വരെ എന്തുണ്ട്, വീതിയുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതിന് എത്രയാണ്, 180 കിലോമീറ്റർ വരെ എന്തുണ്ട്, വീതിയുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റ പ്രദേശം ഈ തീര സമതലത്തിന്റെ പ്രത്യേകതയാണെന്ന് ഓർത്തിരിക്കുക. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്നത് ഏത് പ്രദേശമാണ്? കിഴക്കൻ തീര സമതലങ്ങളിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാറ്റ് അനുഭവപ്പെടുന്നതെല്ലാം ഏത് ഭാഗത്താണ്? ഈ കിഴക്കൻ ഒഡീഷ. നിങ്ങൾ സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഒഡീഷയിൽ എന്ത് ചെയ്തു, കൊടുങ്കാറ്റടിച്ചു, അതുപോലെ ആന്ധ്രയിൽ കൊടുങ്കാറ്റടിച്ചു, സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഭാഗമാണ്. അത് എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ. വടക്കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്നത് ഏത് ഭാഗത്താണ്? ഈ വടക്കിഴക്കൻ സമതലത്തിലാണെന്ന് ഓർത്തിക്കുക. ഈ തീരസമതലങ്ങളെ കോറമാൻഡൽ തീരം എന്ന് പറയുന്നത് ഏതൊക്കെ തീരം? തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും ചേർന്നതാണ് കോറമാൻഡൽ തീരം എന്നും. അടുത്ത് വടക്കൻ സിർക്കാട് ഏതൊക്കെ ചേർന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ചേർന്ന ഒറീസയുടെ തീരവും ആന്ധ്രാപ്രദേശിന്റെ വടക്ക് തീരവും അതുപോലെ തന്നെ ഒഡീഷ തീരം ഈ ഭാഗത്ത് വരുന്നത്. ഒരു കല്ലിന്റെ ആകൃതിയിൽ വരുന്നതാണ് ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം. അടുത്ത ഒഡീഷ തീരവും പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശവും ചേർന്നതാണ് എന്തെന്ന് സിർക്കാട് കേട്ടോ. സിർക്കാട് ഓർത്തിക്കുക. സിർക്കാട് എന്ന് പറയുന്നത് വടക്കൻ സിർക്കാട് എന്നറിയപ്പെടുന്ന ഏത് ഭാഗം എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശിന്റെ വടക്ക് തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാളിന്റെ തീരവും ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും കൂടി ഓർത്തുവയ്ക്കുക. ഏതിനെ? നമ്മുടെ കിഴക്കൻ തീരസമതലത്തെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോറമാൻഡൽ തീരമെന്ന് സിർക്കാട് തീരമെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് ഇത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. റാൻ ഓഫ് കച്ച് എവിടെയാണ്? ഗുജറാത്തിലാണ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. അടുത്ത പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമായി ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്കറിയാം പശ്ചിമഘട്ടം ഈ ഗുജറാത്തിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തമിഴ്നാട് വരെ കിടക്കുന്നതാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിനും ഇതാണ് അറബിക്കടൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് കിടക്കുന്ന അറബിക്കടലിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ തീര സമതലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 64 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ തീരസമതലമാണ് ഇത് പടിഞ്ഞാറൻ തീരസമതലം. എന്നാൽ കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. താരതമ്യേന എന്ത് ചെയ്യുന്ന പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. മനോഹരമായ കായലുകളും അഴിമുഖങ്ങളും ഈ തീരസമതലത്തിന്റെ പ്രത്യേകതകളാണെന്ന് ഓർത്തിക്കുക. അടുത്ത തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്നത് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്നത് ഏത് ഭാഗത്താണ്? പടിഞ്ഞാറൻ തീര സമതലത്തിലാണ്. അടുത്ത് ഈ തീരസമതലത്തെ ഗുജറാത്ത് തീരമെന്നും. ഗുജറാത്ത് തീരം എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ തീരപ്രദേശം. കൊങ്കൺ തീരം ഏതൊക്കെയെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടകത്തിന്റെ വടക്കൻ തീരവും. മലബാർ തീരം എന്ന് പറയുന്നത് കർണാടകത്തിന്റെ തെക്കൻ തീരവും കേരള പ്രദേശവും തീരുന്നതാണ് എന്ന് പറയാം മലബാർ തീരം. ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം കിഴക്കൻ തീരസമതലത്തെ രണ്ടായിട്ടും തിരിച്ചിട്ടുണ്ട്. എന്നാൽ പടിഞ്ഞാറ് സമതലത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ഗുജറാത്ത് തീരം, രണ്ട് കൊങ്കൺ തീരം. കൊങ്കൺ തീരം മഹാരാഷ്ട്രയും അതുപോലെ ഗോവയും കർണാടകത്തിന്റെ വടക്കും കൂടെ ചേർന്ന കൊങ്കൺ തീരവും അതുപോലെ തന്നെ മലബാർ തീരം എന്ന് പറയുന്നത് കർണാടകത്തിന്റെ തെക്ക് ഭാഗവും അതുപോലെ തന്നെ കേരള തീരവും ഉൾപ്പെടുന്നതാണ് എന്ത് പറയുന്നത്? മലബാർ തീരം എന്ന്
ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് പ്രധാന ദ്വീപുകളാണ്. പ്രധാനമായിട്ട് 2 പ്രധാന ദ്വീപുകളാണ് ഇന്ത്യയുടെ അതിർത്തിയുമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരുന്ന 2 ദ്വീപുകളാണ്. ആദ്യത്തെ ദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് കേട്ടോ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപും. ഓക്കെ, മറന്നുപോയത്. ഈ ദ്വീപ് സമൂഹങ്ങളെ കൂടാതെ തന്നെ ഇന്ത്യയും ശ്രീലങ്കയ്ക്കും ഇടയിൽ ഗൾഫ് ഓഫ് മാന്നാറിലും ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകളുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആ ഭാഗത്ത് ഗൾഫ് ഓഫ് മാന്നാറിലെ ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഉണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കുക. അപ്പൊ നമുക്ക് ഓരോ ദ്വീപുകൾ ജസ്റ്റ് നോക്കാം. ആദ്യത്തെ ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് വരുന്നുണ്ട്, ലക്ഷദ്വീപ് കേട്ടോ. മലയാള ഭാഷ മാതൃഭാഷയായതും കേരള സംസ്ഥാനത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതുമായ മനോഹരമായ ദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ്. കേരളത്തിനോട് അടുത്താണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. നായകളും പാമ്പുകളും ഇല്ലാത്ത കാക്കകൾ അപൂർവമായ ദേശമാണ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ്. ആകാശത്ത് നിന്ന് നോക്കിയാൽ പച്ച പൊട്ടുപോലെ 36 ദ്വീപുകൾ ചേർന്നാണ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതിൽ 11 ഇടത്തിൽ എന്തുണ്ട്? ജനവാസമുണ്ട്. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഉഷ്ണമേഖലാ പ്രദേശ അഥവാ ട്രോപ്പിക്കൽ പാരഡൈസ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് ചോദിച്ചാൽ മത്സ്യബന്ധനമാണെന്ന് കൂടി എത്തിക്കുക. അപ്പൊ പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഉഷ്ണമേഖലാ പ്രദേശ എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപ്, അവിടെ എന്താണ് ജനങ്ങളുടെ പ്രധാന തൊഴിൽ ചോദിച്ചാൽ മത്സ്യബന്ധനം ഓർത്തിക്കുക. 11 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ എന്ന് കൂടി ഓർത്തിക്കുക. അടുത്ത് നോക്കേണ്ടത് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ട്യൂണ. ഓക്കെ, ചൂര എന്ന് നമ്മൾ പറയുന്ന ട്യൂണ എന്ന് ഓർത്തിക്കുക. ലക്ഷദ്വീപിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ആന്ത്രോത്ത് ദ്വീപ്. ഏത് ദ്വീപാണ്? ആന്ത്രോത്ത് ദ്വീപ്. ലക്ഷദ്വീപിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ആന്ത്രോത്ത് ദ്വീപും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ദ്വീപ് ബംഗാൾ ദ്വീപുമാണെന്ന് ഓർത്തിക്കുക. ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള ദ്വീപാണ് കവരത്തി ദ്വീപ്. ഏതാണ്? കവരത്തി ദ്വീപ്. ഇനി കേരളത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള ഏറ്റവും അടുത്തുള്ള ദ്വീപിലേക്ക് 220 കിലോമീറ്റർ സഞ്ചരിക്കണം. ഏറ്റവും അകലെയുള്ള ദ്വീപിലേക്ക് 440 കിലോമീറ്റർ. അതായത് ഇവിടെ നിന്ന് സഞ്ചരിക്കണമെങ്കിൽ 220 കിലോമീറ്റർ എത്തിയാൽ മാത്രമേ ഏറ്റവും അടുത്ത ദ്വീപിലെത്തുള്ളൂ. എന്നാൽ അതിന് ഏറ്റവും കൂടുതൽ ദൂരമുള്ള ദ്വീപിന് 440 കിലോമീറ്റർ എന്ത് ചെയ്യണം? സഞ്ചരിച്ചാൽ മാത്രമേ എത്തൂ. ഓക്കെ, അടുത്ത ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ചോദിച്ചാൽ കവരത്തിയാണ്. ഏതാണ്? കവരത്തി. അപ്പോൾ ജനവാസമുള്ള ദ്വീപുകൾ നമ്മൾ പറഞ്ഞു. പ്രധാന ദ്വീപുകൾ നമുക്ക് നോക്കാം. കിൽത്താൻ, കടമത്ത്, മിനിക്കോയി, കവരത്തി, ചെക്ലാത്ത്, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പീനി, അമ്മിനി ദ്വീപി, ബിത്ര, ബംഗാരം എന്നിവ ജനവാസമുള്ള ദ്വീപുകളാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ഈ ദ്വീപ് സമൂഹത്തിൽ മൊത്തം വിസ്തൃതി 32 ചതുരശ്ര കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ആണ്? 32 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്ന കാർഷിക വിളകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ തെങ്ങ്, വാഴ, ചേമ്പ്, മുരിങ്ങ, കടപ്ലാവ്, ശീമപ്ലാവ് തുടങ്ങിയ കാർഷിക വിളകളാണ് ഓർത്തിക്കുക. അതുപോലെ കന്നുകാലി വളർത്തലും കോഴി വളർത്തലും ദ്വീപ് നിവാസികൾ ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ആ പോയിന്റ് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിക്കുക. അടുത്ത നമുക്ക് നോക്കേണ്ട ഒരു ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമാണ് എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ. നിങ്ങൾ മാപ്പ് നോക്കുമ്പോൾ തന്നെ കിട്ടും ഇവിടെ ഈ ഭാഗത്താണ് കിടക്കുന്ന ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ അതുപോലെ തന്നെ നിക്കോബാർ എന്നീ 2 ദ്വീപ് സമൂഹങ്ങൾ ചേർന്നാണ് എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. ഓക്കെ, ആൻഡമാനും നിക്കോബാറും എന്നീ 2 ദ്വീപ് സമൂഹങ്ങൾ ചേർന്നാണ് ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത്. ഈ വൻകരയുടെ തുടർച്ചയായ സമുദ്രാന്തർ പർവ്വതനിരയുടെ ഉയർന്നു കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അതായത് വൻകരയുടെ തുടർച്ചയായിട്ട് സമുദ്രാന്തർ പർവ്വതനിരയുടെ ഉയർന്നു കാണപ്പെടുന്ന ഭാഗങ്ങളാണ് എന്ന് പറയുന്നത് ഈ ദ്വീപുകൾ എന്ന് പറയുന്നത്. ഓർത്തിക്കുക, ഉത്തര ആൻഡമാൻ, മധ്യ ആൻഡമാൻ, ദക്ഷിണ ആൻഡമാൻ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നതിനെ
ആൻഡമാൻ നിക്കോബാറിനെ. ആൻഡമാൻ ദ്വീപുകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന ദ്വീപ സമൂഹമാണ് നിക്കോബാർ ദ്വീപ്. ഓക്കെ, തെക്കായി കാണപ്പെടുന്നതാണ് നിക്കോബാർ ദ്വീപ്. ആൻഡമാൻ ദ്വീപാണ് ഈ ഭാഗം മേലിൽ കാണുന്നത്. അതിന്റെ തെക്കായിട്ടാണ് ഇത് നിക്കോബാർ ദ്വീപ് കാണപ്പെടുന്നത് എന്ന് കൂടി ഓർത്തേക്കാം. അടുത്ത നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തെക്കേ അറ്റമാണ് ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിര പോയിന്റ്. ഓക്കെ, അടുത്ത ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10° ചാനൽ. 10° ചാനൽ. നിക്കോബാർ ദ്വീപ സമൂഹത്തെ കാർ നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. 2004 ഡിസംബർ 26-നുണ്ടായ സുനാമി ദുരന്തത്തിന്റെ ഫലമായി ആൻഡമാൻ നിക്കോബാറിന്റെ തീരപ്രദേശങ്ങളും മിക്ക ഭാഗങ്ങളും എന്ത് ചെയ്തു? കുറ്റൻ തിരമാലകൾ കൊണ്ട് നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കാം. അടുത്ത 2 പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക. ദക്ഷിണ ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ ആണ് എന്താ പറയുക ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം. ദക്ഷിണ ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം എന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പോർട്ട് ബ്ലെയറിന്റെ വടക്കുള്ള നാർക്കൊണ്ടം ദ്വീപിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം എന്ന് വെച്ചാൽ ബാരനാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നാർക്കൊണ്ടം ദ്വീപിലാണ്. പോർട്ട് ബ്ലെയറിന് വടക്കാണ് നാർക്കൊണ്ടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തികൾ എന്ന ഭാഗം ഈ വീഡിയോയിൽ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് സമുദ്രതീരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥയെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ കാറ്റിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പൊ കാലാവസ്ഥയെ കുറിച്ച് പറയാനുണ്ട്. ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് നമുക്ക് ഇനി നമുക്ക് 50-70 ദിവസത്തെ ക്ലാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒരു 20 ദിവസം 50 ദിവസത്തെ സിലബസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 20 ദിവസത്തെ റിവിഷൻ സെക്ഷനാണ്. ആ റിവിഷൻ സെക്ഷനിൽ തന്നെ നമുക്ക് വിട്ടുപോയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അതിനകത്ത് കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന്റെ നോട്ട്സിന്റെ കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പം അതിനുവേണ്ടി പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞ 9496822117 എന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം അറിയിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.